ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കിയാണ് ബക്രീദ് ആഘോഷിക്കുന്നത്. സമിഅല്ലാഹു ലിമൻ ഹമിദ അല്ലാഹു അക്ബർ. വിപുലമായ രീതിയിലാണ് തെക്കൻ കേരളത്തിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും പ്രത്യേകം സജ്ജീകരിച്ച ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും നടന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ ഈദ്ഗാഹിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വിവിധ പള്ളികളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. കൊല്ലത്ത് സംഘടിപ്പിച്ച ഈദ് നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കർബല ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ നമസ്കാരത്തിന് അബ്ദുൾ വാഹിദ് നദ്വി നേതൃത്വം നൽകി. ആലപ്പുഴ കായംകുളത്തെ വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കായംകുളം സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടന്നു. മധ്യകേരളത്തിലും വിപുലമായ രീതിയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും നടന്നു. പതിവ് തെറ്റിക്കാതെ മമ്മൂട്ടി പെരുന്നാൾ പ്രത്യേക പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കെടുത്തു. കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. രാവിലെ 7 മണിയോടെ പള്ളിയിലെത്തിയ മമ്മൂട്ടി അരമണിക്കൂറിലധികം പള്ളിയിൽ ചെലവഴിച്ച ശേഷം ഈദാശംസകളും നേർന്നാണ് മടങ്ങിയത്. കോഴിക്കോട് ഇത്തവണ സംയുക്ത ഈദ്ഗാഹ് ഒഴിവാക്കി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. കോഴിക്കോട് മർക്കസ് പള്ളിയിൽ അബ്ദുറബ് സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പന്നിയങ്കര സുമംഗലി ഓഡിറ്റോറിയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. വിവിധ പള്ളികളിൽ പ്രമുഖ മതപണ്ഡിതർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ബലിപെരുന്നാൾ പ്രാർത്ഥന തുടങ്ങിയത്. പരസ്പരം സ്നേഹിച്ചും സൗഹൃദം പുതുക്കിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷമാക്കുകയാണ് ബലിപെരുന്നാൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.